सदन की कार्रवाई अनिश्चित काल के लिए स्थगित की जाती है। ലോക്സഭാ നടപടികൾ ആരംഭിച്ചു. വന്ദേ മാതരത്തോടെ തുടക്കം. തൊട്ടുപിന്നാലെ തന്നെ സഭ പിരിയുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് സഭയിൽ എത്തുകയുണ്ടായി. തൊട്ടുപിന്നാലെ വന്ദേ മാതരം സമാപിച്ചതിന് പിന്നാലെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം സഭയിൽ ഉയരുന്നു. സഭ പിരിയാനുള്ള തീരുമാനം കൂടി തൊട്ടുപിന്നാലെ വരികയാണ്. പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഇന്ന് ലോക്സഭയിലെത്തി. ഈ വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിനമാണ് ഇന്ന്. സഭ ഇന്ന് പിരിയാൻ പോകുന്നു. ഈ ദിവസങ്ങളിൽ മുഴുവൻ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ് സഭയിൽ കണ്ടത്. അതേസമയം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് തങ്ങൾ നിലപാടെടുത്തെങ്കിലും പ്രതിപക്ഷം അതിന് വഴങ്ങുകയുണ്ടായില്ല എന്നാണ് ഭരണപക്ഷം പറയുന്നത്, കേന്ദ്ര സർക്കാർ പറയുന്നത്. PR അരവിന്ദ് ഇപ്പോൾ ചേരുന്നുണ്ട്. അരവിന്ദ്, ഇന്ന് സഭ പിരിയുന്ന ദിവസമാണ്. തുടങ്ങുന്നു. തൊട്ടുപിന്നാലെ ഇപ്പോൾ സഭ പിരിഞ്ഞിരിക്കുന്ന എന്തൊക്കെയാണ് വിവരങ്ങൾ അരവിന്ദ്? ഉന്മേഷ്, ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സഭാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ലോക്സഭയിലേക്ക് എത്തി എന്നതാണ്. അവസാനിപ്പിക്കാനുള്ള ദിവസം അല്ലെങ്കിൽ വർഷകാല സമ്മേളനം അവസാനിക്കുന്ന ദിവസം അമിത്ഷാ സഭയിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളടക്കം പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് അമിത്ഷാ സഭയിലേക്ക് എത്തി വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ പ്രസ്താവന നടത്തണമെന്നതായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഒരു അനുകൂല നിലപാട് എടുത്തിരുന്നില്ല. പോലീസ് അതിക്രമം നടന്നതിന് പിന്നാലെ ഇതുവരെ ലോക്സഭയിലേക്കോ രാജ്യസഭയിലേക്കോ എത്താൻ അമിത്ഷായോ പ്രധാനമന്ത്രിയോ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇരുവരും ഇന്ന് വർഷകാല സമ്മേളനം അവസാനിക്കുന്ന ദിവസം ഏതാനും നിമിഷങ്ങൾക്ക് വേണ്ടി സഭയിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും ലോക്സഭ ഇപ്പോൾ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. രാജ്യസഭയിൽ ചില ബില്ലുകൾ ഉള്ളതുകൊണ്ട് തന്നെ അതിന്മേലുള്ള ചർച്ചകൾ നടന്നതിന് ശേഷമായിരിക്കും രാജ്യസഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുക. എന്തായാലും വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിലോ അല്ലെങ്കിൽ ലോക്സഭയിലോ ചർച്ചകൾ ഉണ്ടാകില്ല എന്ന് വ്യക്തമായിരുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അടക്കം വ്യക്തമാക്കിയത് ഒരു സമവായത്തിലേക്ക് എത്തിയാൽ ചർച്ചകൾ നടത്താം, സഭാ കാലയളവ് കുറച്ചുകൂടി നീട്ടാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷം ഒട്ടും തന്നെ പിന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ലോക്സഭ ഇപ്പോൾ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നത്. എങ്കിലും അവസാന നിമിഷം സഭയിലേക്ക് എത്താനുള്ള ഒരു കാര്യം അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. കാരണം ഏതാനും നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ അമിത്ഷായും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും അടക്കമുള്ള നേതാക്കൾ ലോക്സഭയിലേക്ക് എത്തിയിരിക്കുന്ന. പ്രതിപക്ഷം ആവർത്തിച്ച് കഴിഞ്ഞ ഈ വർഷകാല സമ്മേളനം മുന്നോട്ട് പോയ എല്ലാ ദിവസവും ഒരുപോലെ ഉയർത്തിയ ഒരു മുദ്രാവാക്യമായിരുന്നു അമിത്ഷാ സഭയിലേക്ക് എത്തണം, വിദ്യാർത്ഥികൾക്ക് നേരെ ഇത്തരം ഒരു അതിക്രമം നടത്താൻ ഉത്തരവിട്ടത് ആരെന്ന ചോദ്യം. അപ്പോഴൊന്നും ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ തയ്യാറാണ്, കൃത്യമായി ബഹളം വയ്ക്കാതിരിക്കണം പ്രതിപക്ഷം എന്നൊരു ആവശ്യം അമിത്ഷാ മുന്നോട്ട് വെച്ചു. പിന്നാലെ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകുകയും ചെയ്തു. പക്ഷേ കൃത്യമായി പ്രതിപക്ഷം നിലപാടെടുക്കുന്നു. അമിത്ഷായുടെ ഒരു പ്രഭാഷണത്തെ കേൾക്കാൻ തങ്ങൾ തയ്യാറല്ല, കൃത്യമായി നേരിട്ട് വരിക, വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമത്തിന് ആരാണ് ഉത്തരവിട്ടത് അത് വ്യക്തമാക്കുക, അത് ആഭ്യന്തര മന്ത്രാലയമാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തമിട്ട് അമിത്ഷാ രാജിവെക്കണം എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അവസാന നിമിഷങ്ങൾക്ക് അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾക്കെങ്കിലും സഭയിൽ വരാനുള്ള ഒരു ഔചിത്യം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായെന്ന കാര്യത്തിൽ അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. ഉന്മേഷ്, അരവിന്ദ്, ഇപ്പോൾ ഈ ആവർത്തിച്ച് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന. ആ ഘട്ടത്തിലൊന്നും അതുണ്ടായില്ല. സഭ പിരിയുന്ന ദിവസം അതിന് തൊട്ടുമുൻപ് സഭയിലെത്തുന്നു ആഭ്യന്തരമന്ത്രി, ഒപ്പം പ്രധാനമന്ത്രി. ഈ രാജ്യസഭയിൽ ഇപ്പോൾ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? രാജ്യസഭയിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലോക്സഭ പാസാക്കിയ ധാതുക്കളുമായി ബന്ധപ്പെട്ട ബില്ലിൽ ഇന്ന് രാജ്യസഭയിൽ ചർച്ച നടക്കേണ്ടതാണ്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് രാജ്യസഭയിലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. ചോദ്യോത്തരവേളയടക്കം രാജ്യസഭയിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും ലോക്സഭാ നടപടികളാണ് ഇപ്പോൾ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ ബില്ലിന്മേലുള്ള ചർച്ച പൂർത്തിയായാൽ രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിയും. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ഈ പേര് മാറ്റുന്ന ബില്ലടക്കം രാജ്യസഭയിൽ പാസാക്കിയിരുന്നു. ഏതാനും കഴിഞ്ഞ ദിവസം പാസാക്കിയ ബില്ലുകൾ കൂടി രാജ്യസഭയുടെ പരിഗണനയിലേക്ക് വരികയാണ്. പക്ഷേ ലോക്സഭയിലേക്ക് ആഭ്യന്തരമന്ത്രി എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷം ആവർത്തിച്ച് ഉന്നയിച്ച കാര്യമെന്ന് ആഭ്യന്തരമന്ത്രിയുടെ അവിടെ എത്താത്തിരുന്ന ഒരു കാര്യമായിരുന്നു. കൃത്യമായി പാർലമെന്റ് സമുച്ചയത്തിൽ ആഭ്യന്തരമന്ത്രി എത്തുന്നുണ്ടായിരുന്നെങ്കിലും സഭയിലേക്ക് വരാൻ കൂട്ടാക്കിയിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭം, അത് രാജ്യത്ത് നടന്ന എല്ലാ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താം, ആ ചർച്ച ആരംഭിച്ച് ചർച്ചയ്ക്ക് താൻ മറുപടി പറയാമെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമായിരുന്നു. പക്ഷേ ചർച്ചകൾക്ക് ഇനി തങ്ങൾ തയ്യാറല്ല. കൃത്യമായി തന്നെ നേരിട്ടൊരു പ്രസ്താവനയാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഇതുകൂടാതെ തന്നെ അയോധ്യ സംഭാവന കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ
ആവശ്യങ്ങൾ ഈ പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. ശക്തമായ പ്രതിഷേധം ഇന്ന് പാർലമെന്റ് കവാടത്തിലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ലോക്സഭ ചേർന്ന് അപ്പോൾ ഉടൻ തന്നെ പിരിയുന്ന ഒരു നിലപാടിലേക്കാണ് പോയിരിക്കുന്നത്. അമിത്ഷായും പ്രധാനമന്ത്രിയും അവസാന ദിവസം നിമിഷങ്ങൾക്ക് അല്ലെങ്കിൽ കേവലം കുറച്ച് മിനിറ്റുകൾക്ക് വേണ്ടി ലോക്സഭയിലേക്കും എത്തിയിരുന്നു. ഉന്മേഷ്. ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. രാജ്യസഭയിൽ നടപടിക്രമങ്ങൾ തുടരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.